വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ വീഡിയോ ആണ്. നമ്മൾ കുറേ നാളുകൊണ്ട് അത് കളിക്കുന്നില്ലായിരുന്നു. നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഉണ്ട് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ക്യാരക്ടർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേറൊരു ക്യാരക്ടറാണ്. അതിപ്പോൾ ഒരു പുതിയ മോഡ് വന്ന് അതിൽ എടുത്തപ്പോഴാണ് ഓ മൈ ഗോഡ് നമ്മളുടെ ലൈഫ് നന്നായിട്ട് തോന്നി. ഞാനൊരു സ്ഥലത്ത് ഇടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ആ ബൈക്കിൻ്റെ അടുത്ത് വരെ പോട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കണ്ണാടിയൊക്കെ ഓൾറെഡി ഒരു കണ്ണാടിയൊക്കെ ഉണ്ട് ഇയാൾക്ക്. താടി മീശയൊക്കെ ഉണ്ട് ഇയാൾക്ക്. ഒരു ഓവർ കോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് നമുക്ക് കണ്ടോ നമ്മുടെ പഴയ ഗ്ലാസ് റൗണ്ട് ഷേപ്പിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഗ്ലാസിൻ്റെ പുറത്ത് ഈ ഗ്ലാസ് വെക്കാം. അപ്പോൾ നമ്മുടെ തൊപ്പിയുണ്ട്. അയാളുടെ മുടി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തൊപ്പി ഉള്ളതായിട്ട് കാണാൻ പറ്റത്തില്ല. അതേപോലെ കുറച്ച് ഗ്ലിച്ചസ് ഉണ്ട്. അത് പക്ഷേ ഇയാളെ കാണാൻ നമ്മുടെ GTA മൈക്കിളിൻ്റെ ഒരു ലുക്കുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഏതോ ഇതിൽ ഒരു മോഡ് എടുത്തതിൽ കുറച്ച് മോഡ്സ് പുതിയത് വന്നതിൽ മോഡ് എടുത്തപ്പോഴേക്കും അത് ഫുള്ള് റീസ്റ്റാർട്ട് ടൈപ്പ്. എപ്പോൾ ഞാൻ ആ ഡിലീറ്റ് ചെയ്തിട്ട് കളിച്ചാലും എപ്പോഴും ആ മോഡ് ഇതാണ് തുടങ്ങുന്നത്. ആ മോഡ് നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണ്. ഇപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല. അത് ഞാൻ കുറച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തെത്തി. നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയി കാണും. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ട് ഈ ഗെയിം എന്തുവാന്നൊക്കെ മനസ്സിലാവും. നമ്മളെല്ലാം ചാലഞ്ചേഴ്സും തീർത്തായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ബുള്ളറ്റ് ബൈക്കാണ്. ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ AC, നമ്മുടെ ഫാൻ, നമ്മുടെ TV എല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ അപ്സ്റ്റേഴ്സാണ്. ഞാനിതെല്ലാം ആദ്യത്തെ വീഡിയോ കാണിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ കുറച്ചൊക്കെ മറന്നുപോയി. ഇത് നമ്മുടെ ഹോം ജിംനേഷ്യമാണ്. ഇവിടെ നമുക്ക് ഓരോ കാര്യമൊക്കെ നമുക്ക് ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ വരുമെന്ന് തോന്നുന്നു. അപ്പം നമ്മളെ കണ്ടിട്ട് ഫ്രാങ്ക്ലിനെ നമ്മുടെ മൈക്കിളിനെ പോലെ തന്നെ ഇരിക്കുന്നത് GTA 5. പക്ഷേ ഓവർ കോട്ടല്ല, ഒരു സാധാ ഒരു ജാക്കറ്റ് പോലത്തെ സംഭവമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്വന്തം കാറാണ് അവിടെ പുറത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകം ഇതൊക്കെ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഒരു സോഫ സെറ്റിയൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ടീ കപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സോഫയും സെറ്റിയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർച്യൂണറാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് നമ്മുടെ ബുള്ളറ്റ് ബൈക്ക്. ഇതിൻ്റെ സീക്രട്ട് കോഡ് 1 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് റെഡാക്കി. എന്നിട്ട് ഞാൻ ഇച്ചിരി മുമ്പിലോട്ട് ഇടുവാണ്. കാരണം എൻ്റെ ഫോർച്യൂണർ എടുക്കണ്ടേ. എൻ്റെ കാർ എടുക്കണമെങ്കിൽ കുറച്ച് സ്ഥലം വേണം. അതിനാണ് ഞാൻ ഇതെടുത്ത് മുമ്പിലോട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇനി ഈ കാറിലോട്ട് കയറാം നമുക്ക്. ഇതിൻ്റെ കളർ ഇപ്പോൾ തൽക്കാലം മാറ്റണ്ട. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതിനെ ഈ വഴി കറക്കി കൊണ്ടുപോവാണ്. കാരണം അപ്പോൾ ഈസി ആയിരിക്കും എടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാത്രമല്ല എൻ്റെ പഴയ വീഡിയോസ് എല്ലാവരും എടുത്ത് കാണണം. കുറേ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെയും കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്ത് ഗെയിം വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ചെയ്യാം. ഇത് തന്നെ വേണമെങ്കിൽ ഞാൻ ഇതിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ അത് കളിച്ചിടാം. പുതിയ മോഡ്സ് വല്ലതും വേണമെങ്കിൽ അതും കളിച്ചിടാം ഞാൻ. അപ്പോൾ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തി. ഞാൻ ഇതൊക്കെ ഒന്നും കൂടി കാണിച്ചു തരുന്നത് ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയി കാണും. അതുകൊണ്ടാണ് എൻ്റെ പഴയ വീഡിയോസ് കാണാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കളർ മാറ്റാം. ബ്ലാക്ക് നല്ല സൂപ്പർ വണ്ടിയാണ്, സെറ്റാണ്. അപ്പോൾ ഓ മൈ ഗോഡ്, ഈ പോലീസുകാരൻ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ ഈ പോലീസുകാരനെ തട്ടുമ്പോൾ പോലീസുകാരൻ തിരിഞ്ഞൊക്കെ പോന്ന്. അപ്പോൾ ഈ പോലീസുകാരൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി ഇവിടെ ഉള്ള ആരെയും കാണുന്നില്ല. അതെന്താണ്? അത് ശരിയാണല്ലോ, ഒരാളെയും കാണുന്നില്ല. ഈ ഒരു പോലീസുകാരൻ മാത്രം. അതെന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ പോലീസുകാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ വേറെ ആരെയും കാണുന്നില്ല. തൽക്കാലം നമുക്കിവിടെ നിന്ന് സമയം കളയണ്ട. നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എയർപോർട്ടാണ്. നമ്മുടെ തൊട്ടപ്പുറത്താണ്. നമ്മുടെ വീടിൻ്റെ നേരെ പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് എയർപോർട്ടുമാണ്. അതിൻ്റെ പെട്ടെന്ന് എവിടെയെങ്കിലും എയർപ്ലെയിനിൽ പോകണമെങ്കിൽ തൊട്ടപ്പുറത്തോട്ട് അങ്ങ് പോയാൽ മതി. വലിയ പാടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഏരിയ ഇവിടാണ്. നമ്മുടെ ഈ എയർപോർട്ട് ഇവിടാണ്. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ ഇപ്പോൾ ആ ഒരു യെല്ലോ എയ്റോപ്ലെയിൻ നമുക്ക് എടുത്തുകൊണ്ട് പോവാം. വൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വണ്ടി. ഇത് നല്ല വണ്ടിയാണ്. എപ്പോഴും നമുക്ക് ഈ വണ്ടിയാണ് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ സ്പോണായി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ യെല്ലോ എയ്റോപ്ലെയിൻ ഒന്ന് ഓടിച്ച് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആ എയ്റോപ്ലെയിൻ മാത്രം. ഈ യെല്ലോ ഒരു കുഞ്ഞ് ഈ ഹെലികോപ്റ്ററാണെന്ന് പറയാം. ഇതിൽ കയറാൻ പറ്റത്തില്ല. ഇത് മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ പഴയ സീക്രട്ട് കോഡ്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. കുറേ ചാലഞ്ചേഴ്സിൻ്റെ വീഡിയോസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കയറാം. അപ്പോൾ ഇനി നമുക്ക് നല്ല ആകാശത്തൂടെ ഇത് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ
ഇത് ഇങ്ങനെയാണ് ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ താഴോട്ടാണ് ആക്കുന്നത്, മേലോട്ടല്ല. അപ്പോൾ ഇത് നന്നായിട്ട് പറക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇടയ്ക്ക് വെച്ചത് ക്രാഷായി. എയർപ്ലെയിൻ മോഡ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഫ്രണ്ട്സ്, ഈ ഗെയിം കുറേ ആഡാണ്, നിങ്ങൾക്ക് അറിയാതിരിക്കും. അപ്പോൾ ആ പ്ലെയിൻ ക്രാഷായിപ്പോയി. നമുക്കപ്പോൾ ഒരു ബുള്ളറ്റ് ഇവിടെ ഞാൻ സ്പോൺ ചെയ്തിട്ടുണ്ട്. ബുള്ളറ്റിന് വയലറ്റ് കളർ പിടിച്ചിട്ടുണ്ട്. ഇത് അവിടെ ഏതോ പ്ലെയിൻ കത്തിക്കിടന്നതാണ്, അതിപ്പോൾ വാനിഷായിപ്പോയി. ഇതിപ്പോൾ ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞൂടാ. ഈ ഇന്ത്യയാന്ന് തോന്നുന്നു. ഈ ഇന്ത്യയിൽ ഫുള്ളും എല്ലാ സ്ഥലവും ഒന്നിച്ചിരിക്കുകയാണ്. എവിടെ ചെന്നാലും നമുക്ക് ബാക്കിയുള്ള സ്ഥലം റൗണ്ടായിട്ട് അവിടെ തന്നെ എത്തും. അപ്പോൾ നമ്മൾക്ക് നേരെ നമ്മുടെ എയർപോർട്ടിലോട്ടൊന്ന് പോവാം. കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഏതോ ഒരു സ്ഥലത്ത് വന്നാൽ ക്രാഷായി വീണത്. അപ്പോൾ നമ്മൾ ക്രാഷായി വീണ സ്ഥലത്ത് നോക്കിയപ്പോൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ നേരെ എയർപോർട്ടിലോട്ട് പോട്ടെ. നമ്മളപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി. ഓക്കെ, അപ്പം ഞാൻ സ്പൈഡർമാൻ റീമാസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു ഗെയിമിൻ്റെ 2 സെക്കൻഡ് പാർട്ട് കളിച്ചിടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാമെങ്കിൽ കളിച്ചിടാം. നല്ല ഗെയിമാണ്, നല്ല ഗ്രാഫിക്സാണ്. അത് ഞാൻ കളിച്ചിടുകയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ഗെയിം തന്നെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. വേറെ ഏത് ഗെയിം വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ കളിച്ചിടുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോർച്യൂണർ വണ്ടി ഞാൻ വൈറ്റ് കളർ ഫോർച്യൂണറിനെ ബ്ലാക്ക് കളറാക്കി. അപ്പോൾ നമ്മുടെ മറ്റേ പ്ലെയിൻ അവിടെ തന്നെ സ്പോണായി. അതെന്താണെന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലിച്ചാണ്, തന്നെ സ്പോണായി. ഈ വണ്ടിക്ക് ഇതൊരു ഡാമേജും ഉണ്ടായിട്ടില്ല. കാരണം ഈ വണ്ടി നല്ല വണ്ടിയല്ലേ. അതുമാത്രമല്ല നമ്മുടെക്ക് ഈ വണ്ടിക്ക് ഡാമേജ് ഉണ്ടായാലും പെട്ടെന്ന് തീയൊന്നും പിടിക്കത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാ നമ്മൾ ഈ വഴി ഓടിച്ചു പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ കുറേ നാളായി ഒന്ന് കറങ്ങാൻ പോയിട്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ വന്നൊന്ന് ചില്ല് ചെയ്യാൻ. അപ്പോൾ ബീച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കും, നമ്മുടെ വീട്ടിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബീച്ചിലെത്തി ഞാൻ മിസ്റ്റേക്കലി ഒന്ന് ചാടി. അയ്യോ, നമ്മൾ കോട്ടല്ലേ ഇട്ടേക്കുന്നത്. നമുക്ക് ഈ ഒരു ഡ്രസ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ നനയ്ക്കുന്നില്ല. മറ്റേ ക്യാരക്ടർ ഇപ്പോൾ എങ്ങനെ ആവണ്ടേന്ന് എനിക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനപ്പോൾ ഇതെടുത്തു. ഈ വണ്ടി നല്ല വണ്ടിയാണ്, നന്നായിട്ട് സ്പീഡിൽ പോവും. അത് മാത്രമല്ല ഇതിൻ്റെ കോഡ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ കഥക് എപ്പോഴും കിടന്ന് ആടും. അതെന്താണെന്ന് അറിഞ്ഞൂടാ, അതൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ആ ഷോർട്ട് കട്ട്. ഇത് നമ്മുടെ ഏരിയയാണ്. അല്ലാതെ റിയൽ വേ എടുത്ത് പോവുകയാണെങ്കിൽ കുറേ മണിക്കൂർ എടുക്കുന്നുണ്ട് എത്താൻ. അപ്പോൾ ഇതാണ് ആ ഏരിയ. നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് വഴി എടുത്ത് പിടിച്ചാൽ നമുക്ക് അവിടെ എത്താം. ഞാൻ ഇടിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇടിച്ച് പൊളിച്ചെല്ലാം പൊളിഞ്ഞായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിഷൻ വേണ്ടേ. നമ്മുടെ ഇപ്പോൾ കുറച്ച് പൈസ പോലും ഇല്ല, 0 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ വന്നിട്ട് ഒരു കാര്യം, നമുക്ക് ഏതെങ്കിലും ജോലി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ജോബ്സ് കേട്ടോ, ഞാനൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഓട്ടോറിക്ഷ സ്പോൺ ചെയ്യാം. അത് ഓടിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാം, മണിയെ. അപ്പോൾ 8370 ആണ് ഓട്ടോറിക്ഷയുടെ നമ്പർ. ആഡ്സാണ്. അപ്പോൾ ഞാൻ 8370 അടിച്ച ഒരു ഓട്ടോറിക്ഷ ഇവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് മറ്റേ ബൈക്കിൻ്റെ ഒക്കെ പോലത്തെ ഓടിക്കുന്ന സെറ്റപ്പാന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങുന്നത്. ഇത് റിവേഴ്സ്, ഇത് ഫ്രണ്ട്, മറ്റേത് വേറെന്തോ ലൈറ്റ് അടിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയാണ്, MH എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് ഇയാളെ മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഇതൊക്കെ കാണാം. നമ്മുടെ തിരിക്കുന്ന സാധനമൊക്കെ ഇവിടെ കാണാം. ഹോണുണ്ട്. മറ്റേ പഴയ ഓട്ടോറിക്ഷയാണിത് കേട്ടോ. പുതിയ ഓട്ടോറിക്ഷയുടെ പുതിയ വല്ലതും വന്നാൽ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ മൈ ഗോഡ്, ഇത് ഭയങ്കര പാടാണ്. ഞാൻ എല്ലായിടത്തും ഇടിക്കുന്നു. ഇതിന് തീയൊന്നും പിടിച്ചില്ല. സ്പാർക്കൊക്കെ വരുന്നുണ്ടോ. ഈ ഓട്ടോറിക്ഷ ഭയങ്കര പഴയതായതുകൊണ്ട് അതുമാത്രമല്ല ഇങ്ങനെ ഭയങ്കര സൗണ്ടാണ്. മറ്റേ പഴയ ഓട്ടോറിക്ഷയുടെ സൗണ്ടാണ്. ഇത് നമ്മുടെ വീടാണ്. അപ്പോൾ ഈ സാറിന് ഓട്ടം വേണം. സാർ വണ്ടിയിൽ കയറൂ സാർ കയറൂ സാർ, പ്ലീസ് സാർ കയറി. മൈ ഗോഡ്, എന്താണ് പറ്റിയത്? എൻ്റെ വണ്ടിയുടെ ചില്ലിലിടിച്ച് അദ്ദേഹം ബോധം കെട്ട് വീണെന്ന് തോന്നുന്നു. ഏതോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ പിക്ക് ചെയ്യാൻ വന്ന് നിന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ കണ്ണാടി ഇടിച്ച് ബോധം കെട്ട് വീണ്. അതെന്താണെന്ന് മനസ്സിലായില്ല. ഓക്കെ, നമ്മളപ്പോൾ ഇതെന്താണ് അനങ്ങുന്ന പോലും ചെയ്യില്ല. ചത്തുപോയോ? നമ്മുടെ വണ്ടി ഇടിക്കുമ്പോൾ ചത്തുപോകുന്നത് എങ്ങനെയാണ്? അതറിയത്തില്ല. അപ്പം തന്നെ ചത്തുപോയി. നമ്മളപ്പോൾ ചുമ്മാതെ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ചത്തുപോയി. ഇനി വേറെ ആർക്കെങ്കിലും ഓട്ടോറിക്ഷയിൽ ഓട്ടം വേണമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ആർക്കെങ്കിലും ഓട്ടം വേണം, ഓട്ടോറിക്ഷയിൽ പോകണം, എവിടെയെങ്കിലും പോകണം.
ആർക്കെങ്കിലും ബീച്ചിൽ പോകണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഷോർട്ട് കട്ടിൽ ബീച്ചിൽ പെട്ടെന്ന് എത്തിക്കാം. അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ കൈയൊക്കെ കാണിച്ചിക്കത്തില്ലേ. കുറേ പേരുടെ വീഡിയോസിൽ അവർ മിഷൻ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് പോകാൻ വേണ്ടി ചിലപ്പോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. പോലീസുകാരൻ ജോലി കഴിഞ്ഞ് വരുന്നവർ ഞാനൊന്ന് വെയിറ്റ് ചെയ്യട്ടെ ഇവിടെ കേട്ടോ. വെയിറ്റ് ചെയ്യുക ഇവിടെ. നമുക്ക് കുറച്ച് നേരം പോലീസുകാരന് കുറേ ജോലിയാണല്ലോ. അവിടെ ഒരു പോലീസുകാരനേ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യട്ടെ ഫ്രണ്ട്സ്. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അയാൾ ഈ പോലീസുകാരൻ വരുന്നില്ല. എൻ്റെ ആകെയുള്ള ഓട്ടോറിക്ഷയ്ക്കല്ലേ തീ പിടിക്കുന്നത്. എനിക്ക് മിക്കപ്പോഴും പോലീസുകാരനായിരിക്കും ഗൺ വെച്ച് വെടിവെച്ച്. എൻ്റെ ആകെയുള്ള ഓട്ടോ മാഞ്ഞു പോയി. ആ പോലീസുകാരനായിരിക്കും ഇതിന് കാരണം. ഞാൻ ഇപ്പോൾ വെടിവെച്ച വേറെ പോലീസുകാർ നമ്മൾ ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റിക്കി ബോംബ് തന്നിരിക്കുന്നത്. അത് വെച്ച് ഒട്ടിച്ച് വെച്ചാൽ ദേഹത്ത്, അല്ലെങ്കിൽ അവർ പോകുന്ന വഴിയിലിട്ടാൽ മതി. അപ്പോൾ ഇയാളുടെ ദേഹത്ത് ഒട്ടിക്കുമ്പോൾ വഴക്ക് പറയും. ഇല്ല, ഇയാളൊന്നും ചെയ്ത് പോയിട്ട് അനങ്ങുന്ന പോലുമില്ല. ഒരു AK-47 പിടിച്ചേക്കും. പക്ഷേ ഇടയ്ക്ക് നമ്മൾ തട്ടുമ്പോൾ ഒക്കെ തിരിഞ്ഞു പോവും. ദേഹത്ത് ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ദൂരെ പോയി നിൽക്കാം, എന്നിട്ട് പൊട്ടിക്കണം സ്റ്റിക്കി ബോംബ്. ഇത് മറ്റേ GTA പോലെ തന്നെ പൊട്ടത്തില്ല, നമ്മൾ പൊട്ടിക്കണം. അപ്പോൾ ഇവിടെ നിൽക്കാം. നമുക്ക് ഇയാളെ എന്ത് വിളിക്കണം? ഇയാളെ നമുക്ക് രാമൻ എന്ന് വിളിക്കാം. അയാൾ പറന്നു പോന്നു. വെടിവെ. ഇതെന്താണ് വെടി വെക്കുമ്പോൾ പറന്നു? ഇതാരാണ്? വേദാരാണ്ട് വന്നേക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോലീസാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാം. നമുക്ക് കോസ്റ്റ്യൂമൊന്നും ഇല്ല, പോലീസിൻ്റെ ഡ്രസ്സ് ഇല്ലെങ്കിലും അവിടെ പോലീസാന്ന് പറഞ്ഞാൽ കയറി നിൽക്കാം. ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ പോലീസാന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് കേസ് വല്ലതും ഉണ്ടെങ്കിൽ പറയട്ടെ. താഴെയാണ്. ഇയാളെന്താണ് എല്ലായിടത്തും കയറി നിൽക്കുന്നത്? അവിടെ നില്ല്. വേദനം മാഡം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ഇവിടെ ദേഹത്ത് നമുക്ക് വെടി വെക്കാൻ പറ്റും. വേണ്ട, വെടി വെച്ചാൽ വേറെ പോലീസ് നമ്മളെ പിടിക്കാൻ വരും. പിന്നെ ഇവർ ജയിലിലൊന്നും ഇടില്ലെങ്കിൽ നമ്മളെ കൊന്നു കളയും. അപ്പോൾ ഇവിടെ ദേഹത്ത് നമുക്ക് സ്റ്റിക്കി ബോംബ് പൊട്ടിച്ചു നോക്കാം. ഗ്ലിച്ചൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. നിൽക്ക്. ഒന്നും ദേഹത്ത് വീണില്ല. നല്ല കാര്യം. ഇനി ഒന്ന് പൊട്ടിച്ചു നോക്കാം. ജസ്റ്റ് ചിലപ്പോൾ പൊട്ടിച്ചെറിച്ചാലോ. പൊട്ടിയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ. അവർ പോന്നു. ഇത് ചുമ്മാതെ കറങ്ങി നിന്നിട്ട് പോയതാണ്. അപ്പോൾ അവർ പോയി. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, സാഡ് തിങ് നടന്നു. ഞാൻ ആ പോലീസുകാരൻ്റെ ദേഹത്ത് ബോംബ് ഇട്ടതുകൊണ്ട് വേറെ പോലീസുകാർ തന്നെ ഇവിടുത്തെ ജയിലിൽ നിങ്ങൾക്ക് കിട്ടുതലി കാണാൻ പറ്റും. ഇപ്പോൾ ഈ പ്രിസണിലെ ജയിലിലാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ജയിലിലായി. എന്തെങ്കിലും ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നമ്മൾക്ക് ഗ്ലിച്ച് വഴിയും എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. ഇതാണ് ഗൈസ്. നമ്മൾ ഇവിടെ ഫുള്ള് കുടുങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ വീഡിയോയിൽ ഇനി കളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ ജയിലിലായില്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് ജയിലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ ഒരു വഴിയില്ല എസ്കേപ്പ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.